ഞാൻ ഈ അടുത്തിടയ്ക്ക് ഫേസ്ബുക്കിലെ ചില ഗ്രൂപ്പുകളിൽ ഈ ആരോഗ്യകാര്യങ്ങൾ സംസാരിക്കുന്ന ചില ഗ്രൂപ്പുകളിലൊന്ന് വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയതാണ്. എന്താണ് ആളുകൾ ഡയബറ്റിക്കിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട്. ചില രോഗികൾ എന്നോട് ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങളുണ്ട്, ചോദ്യങ്ങൾ, അവരുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ. അപ്പം ഞാൻ ഈ ഗ്രൂപ്പുകൾ നോക്കിയപ്പോഴാണ് എനിക്ക് അതിനകത്ത് വളരെ കൗതുകകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലായത്. അതായത് ഇപ്പോഴും ഇപ്പം ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടോ ഇൻസുലിൻ നിങ്ങളുടെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ടോ ആണ് നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പാൻക്രിയാസിനെ ചികിത്സിക്കുക. പാൻക്രിയാസിനെ എങ്ങനെ ചികിത്സിക്കും? നിങ്ങൾ എന്തെങ്കിലും എണ്ണ എടുത്തിട്ട് മസാജ് ചെയ്യുക ശരീരം, അപ്പം ഡയബറ്റിക് മാറും. അതല്ലെങ്കിൽ നിങ്ങൾ ഈ മരുന്ന് കഴിക്കും. ഞങ്ങളുടെ ഫാമിലി 200 വർഷമായിട്ട് ആളുകൾക്ക് കൊടുക്കുന്ന മരുന്നാണ്, ഡയബറ്റിക് മാറും. അപ്പോൾ ചില ആളുകൾ പറയും ഈ മരുന്ന് കഴിച്ചാൽ ഞങ്ങളുടെ കിഡ്നി പോകും. ചില ആളുകൾ പറയും ഇതിന് ഇൻസുലിനെ വഴിയുള്ളൂ, മറ്റൊരു വഴിയില്ല. ശരിക്കും ഈ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ടൊന്നും അല്ല കേട്ടോ ഡയബറ്റിക് ഉണ്ടാകുന്നത്. ടൈപ്പ് 2 ഡയബറ്റിക്. ടൈപ്പ് 1 ശരിയാണ് ഇൻസുലിൻ പ്രൊഡക്ഷൻ, അത് കുട്ടികളിലാണ് കാണുന്നത്. 5% ഉള്ളൂ നമ്മളുടെ പോപ്പുലേഷനിലേത്. ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ, ഇൻസുലിൻ കൂടുതലായിരിക്കും നിങ്ങളുടെ ശരീരത്തിൽ. ഞാനീ പറയുന്നതിൽ സംശയമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള ലാബിൽ പോവുക, രാവിലെ വെറും വയറ്റിൽ 8 മണിക്കൂർ ഫാസ്റ്റിങ്ങിൽ പോയിട്ട് ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഇൻസുലിൻ കൂടുതലായിരിക്കും. നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷനിലൂടെ എടുക്കുന്നില്ലെങ്കിൽ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ വേറെ ടെസ്റ്റാണ് ചെയ്യേണ്ടത്, സി പെപ്റ്റൈഡ് പോലുള്ള. നിങ്ങളുടെ ഇൻസുലിൻ്റെ അളവും കൂടുതലായിരിക്കും, ഗ്ലൂക്കോസിൻ്റെ അളവും കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ ഇൻസുലിൻ്റെ ഒരു പ്രശ്നമല്ല ശരിക്കും ഉണ്ടാകുന്നത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പം ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ആളുകൾക്കിപ്പോഴും ഇല്ല എന്നുള്ളതാണ്. നമ്മളിതിനൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രമേഹം എന്ന് പറയുന്നൊരു ടോപ്പിക്ക്, പ്രമേഹത്തിൻ്റെ A to Z, അതെങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, അതെന്തുകൊണ്ടാണ്, എന്തെല്ലാം സാധ്യതകളാണ് ആയുർവേദം. ഞാനൊരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് ആയുർവേദത്തിൽ നമുക്ക് എങ്ങനെ ചികിത്സിക്കാൻ സാധിക്കും, ഇതിനെക്കുറിച്ചൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഞാനൊരു താഴത്തൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതൊരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ നിന്ന് പിന്നീട് നമ്മൾ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വെബിനാർ കണ്ടക്ട് ചെയ്ത് അതിൻ്റെ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മളുടെ ചാനലിലും, യൂട്യൂബ് ചാനലിലും, അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ. നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം, എനിക്കറിയാവുന്നത് പറഞ്ഞുതരാം.